ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു സമൂസ ഉണ്ടാക്കിയാലോ? വെറും സമൂസ അല്ല, നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന റെഡിമെയ്ഡ് ചപ്പാത്തി ഇല്ലേ, ആ മാവ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു സമൂസ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റം വേണമല്ലോ. അതിന് ഇത് ഒരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി 2 പച്ചമുളക് എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ സാധാ മല്ലിച്ചപ്പല്ല കേട്ടോ, നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്നതിന് എന്തോ പേര് പറയാം, എനിക്കത് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമൂസയുടെ ഷീറ്റില്ലേ, ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കേണ്ടതാണ് കേട്ടോ. ഞാൻ പുഴുങ്ങാൻ വെച്ചായിരുന്നു, പക്ഷെ അതെന്തോ വേകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ചൂടോടുകൂടി തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണേ. നമ്മുടെ സമോസയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, മല്ലിയില, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി അതിലോട്ടൊരല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരക പൊടിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി എടുക്കാം കേട്ടോ. അങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ചപ്പാത്തി മാവിൽ ഫില്ല് ചെയ്ത് കോട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഫില്ലിങ് നിറച്ച് സമൂസയുടെ ഷേപ്പിലാക്കി നമുക്ക് എടുക്കാം. അത് ഞാനിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈദാ മാവില്ലേ, അതാണ് കേട്ടോ കുറച്ച് കലക്കി വെച്ചിട്ടുള്ളത്. അത് വെച്ചാട്ടോ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഏകദേശം വെച്ച് സമൂസ കവറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ശരിക്കും സമൂസയുടെ ഷേപ്പിൽ കിട്ടിയില്ലേ? തൊട്ട് മുന്നേ നമ്മുടെ ബജ്ജി ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ അതാ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ സമൂസകൾ അതിൽ പറക്കി ഇട്ട് ഫ്രൈ ചെയ്ത് തിരിച്ച് മറിച്ച് നന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് തീ കുറച്ച് വെക്കണം കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പെട്ടെന്ന് മൊരിഞ്ഞ് വരും. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇത് ചപ്പാത്തി മാവിലുണ്ടാക്കിയതാണെന്നൊന്നും പറയത്തൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സമൂസ റെഡിയായിട്ടുണ്ട്. എങ്ങനെ, പൊളിയല്ലേ? മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.